അങ്ങനെ ഇപ്പോൾ വോൾവറിനെ അറ്റാക്ക് ചെയ്യാൻ പോയ ഡെത്ത് സ്ട്രൈക്കിൻ്റെ നെഞ്ചിലൂടെ തൻ്റെ കൈ ഫേസ് ചെയ്ത് കയറ്റി ഡെത്ത് സ്ട്രൈക്കിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് വോൾവറിൻ്റെ കൂട്ടുകാരിയായ കിറ്റി പ്രൈഡ്. എന്നിട്ടിപ്പോൾ കിറ്റി പ്രൈഡ്, ഞാൻ എൻ്റെ ഈ കൈ ഫേസ് ചെയ്യുന്നത് നിർത്തിയാൽ നിനക്ക് എന്ത് പറ്റുമെന്ന് നിനക്കറിയില്ല എന്ന് ഡെത്ത് സ്ട്രൈക്കിനോട് ചോദിച്ചതും തനിക്കറിയാമെന്നും പക്ഷെ നിനക്ക് ആരെയും കൊല്ലാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് തൻ്റെ നെഞ്ചിലൂടെ ഫേസ് ചെയ്ത് കയറിയ കിറ്റിയുടെ കയ്യിൽ നിന്നും പുറത്തു വന്ന് കിറ്റി അറ്റാക്ക് ചെയ്യാൻ നോക്കിയാണ് ഡെത്ത് സ്ട്രൈക്ക്. പക്ഷേ ഡെത്ത് സ്ട്രൈക്കിന് കിറ്റിയെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. കിറ്റി പ്രൈഡ് വളരെ സിമ്പിളായി ഡെത്ത് സ്ട്രൈക്കിനെ തോൽപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. എന്നിട്ട് കിറ്റി പ്രൈഡ് നമ്മുടെ വോൾവറിൻ്റെ അടുത്തേക്ക് ചെന്നതും അപ്പോൾ തന്നെ വോൾവറിന് ഒട്ടും വയ്യാതെ താഴെ വീണു പോവുകയാണ്. സേബർ ടൂത്തുമായുള്ള ഫൈറ്റിനിടയിൽ വോൾവറിൻ്റെ ഒരു കണ്ണ് പൊട്ടിപ്പോയാലോ, അപ്പോൾ അത് കാരണമാണ് പുള്ളി വയ്യാതെ മരിക്കാറായി താഴെ വീണത്. പക്ഷെ നമ്മുടെ വോൾവറിനെ എന്തോ ഒരു മെഡിസിൻ കുത്തിവെച്ച് കിറ്റി പ്രൈഡ് രക്ഷിക്കുന്നു. ആ മെഡിസിൻ കാരണം വോൾവറിൻ്റെ ശരീരത്തിലെ മുറിവുകളെല്ലാം ഹീലാകുകയും പുള്ളിയുടെ പൊട്ടിപ്പോയ കണ്ണ് പഴയതുപോലെ ആകുകയും ചെയ്യുന്നു. അന്നേരം തന്നെ വോൾവറിൻ, നീ എന്ത് മെഡിസിനാണ് തനിക്ക് തന്നതെന്ന് കിറ്റിയോട് ചോദിച്ചതും ഇത് റീജൻ സെറമാണെന്നും പക്ഷേ ഇത് നിൻ്റെ ഹീലിംഗ് ഫാക്ടറിൻ്റെ അത്രയും വരിയില്ല എന്നും വോൾവറിനോട് കിറ്റി പറയുകയാണ്. അപ്പോൾ തന്നെ വോൾവറിൻ, നീ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് കിറ്റിയോട് ചോദിച്ചതും അന്ന് നീ എന്നെ അവസാനമായി ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ നിന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ നിനക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തനിക്ക് തോന്നിയെന്നും അതുകൊണ്ടാണ് താൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നതെന്നും കിറ്റി വോൾവറിനോട് പറയുകയാണ്. അന്ന് ആ ബാറിൽ വെച്ച് വോൾവറിന് ഒരു ഫ്രണ്ടിനെ വെറുതെ വിളിച്ച് സംസാരിച്ചിരുന്നല്ലോ, അത് ഈ കിറ്റിയോടായിരുന്നു. അങ്ങനെ ഇപ്പോൾ വോൾവറിൻ തന്നെ ജീവനോടെ പിടിക്കുവാനായി ഏതോ ഒരുത്തൻ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയെന്നും തനിക്ക് അവനെ പിടികൂടണമെന്നും ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയാവുന്നത് ആ വൈപ്പറിനും പിന്നെ ഡെത്ത് സ്ട്രൈക്കിനെ അറ്റാക്ക് ചെയ്ത് ഇങ്ങോട്ട് ഓടിച്ചു വിട്ട ലോർഡ് ഓഗനുമാണെന്നും അതുകൊണ്ട് താൻ ആ ലോർഡ് ഓഗനെ കാണുവാനായി ജപ്പാനിലേക്ക് പോവുകയാണെന്ന് വോൾവറിൻ കിറ്റിയോട് പറഞ്ഞതും താനും നിന്നെ സഹായിക്കുവാനായി നിന്റെ കൂടെ വരാമെന്ന് കിറ്റി വോൾവറിനോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ വോൾവറിനും കിറ്റിയും ഓഗനെ കാണുവാനായി ജപ്പാനിലേക്ക് പോവുകയാണ്. അങ്ങനെ പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം ജപ്പാനിലെ ഏതോ ഒരു സ്ഥലത്തിരിക്കുന്ന വോൾവറിനെയും കിറ്റിയുമാണ് ഇനി കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ആ കോൺട്രാക്റ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല തൻ്റെ ഹീലിംഗ് ഫാക്ടർ നഷ്ടപ്പെട്ട കാര്യം കിറ്റിയോട് പറഞ്ഞിട്ട് തനിക്ക് ഹീലിംഗ് ഫാക്ടർ നഷ്ടപ്പെട്ടതിൽ ഒട്ടും സങ്കടമില്ല എന്നും കാരണം മറ്റുള്ളവരെ പോലെ പ്രായമായും ഇനി മരിക്കുവാൻ തനിക്ക് സാധിക്കുമെന്നും ആകെയുള്ള ഈ ജീവിതം സമാധാനത്തോടെ വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ജീവിച്ച് തീർക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും വോൾവറിൻ കിറ്റിയോട് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കെ കിറ്റി വോൾവറിനെ കിസ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ വോൾവറിൻ, നീ എന്താ ചെയ്യുന്നതെന്ന് കിറ്റിയോട് ചോദിച്ചതും കിറ്റി വളരെ മോശമായി വോൾവറിനോട് സംസാരിക്കുകയാണ്. അന്നേരം തന്നെ വോൾവറിന് കിറ്റിയുടെ ശരീരം ഇപ്പോൾ ലോർഡ് ഓഗൻ്റെ കൺട്രോളിലാണെന്നും അവനാണ് കിറ്റിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതെന്നും മനസ്സിലാകുകയാണ്. ഈ ലോർഡ് ഓഗന് ആരുടെ ശരീരത്തിലും ആത്മാവായിട്ട് കയറുവാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ മര്യാദയ്ക്ക് കിറ്റിയുടെ ശരീരം വിട്ടു പോകാനും നീ എങ്ങനെയാണ് ഇവിടെ ശരീരത്തിനുള്ളിൽ കയറിയതെന്ന് വോൾവറിൻ ഓഗനോട് ചോദിച്ചതും നിന്നെ അന്വേഷിച്ച് കിറ്റി പ്രൈഡ് ആദ്യം വന്നത് ജപ്പാനിലാണെന്നും അങ്ങനെ ഇവിടെ വന്ന കിറ്റിയുടെ ശരീരത്തിനുള്ളിൽ ഞാൻ കയറിയെന്നും കിറ്റിയുടെ ശരീരത്തിലുള്ള ഓഗൻ വോൾവറിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ മര്യാദയ്ക്ക് അവിടെ ശരീരം വിട്ടുപോകാൻ ഓഗനോട് വോൾവറിൻ പറഞ്ഞതും താൻ വിട്ടുപോകാമെന്നും പക്ഷെ പകരം നീ എൻ്റെ കൂടെ വരണമെന്നും നിന്നെ ജീവനോടെ പിടിച്ചു കൊടുത്താൽ വലിയൊരു തുക തനിക്ക് ലഭിക്കുമെന്നും അതുകൊണ്ടാണ് താൻ ആ സമയത്ത് റീജൻ സെറം നൽകി നിന്നെ രക്ഷിച്ചതെന്നും വോൾവറിനോട് ഓഗൻ പറയുകയാണ്. പക്ഷെ വോൾവറിൻ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ കിടന്ന് അടികൂടുകയാണ്. ആ ഫൈറ്റിൻ്റെ ഇടയിൽ ഓഗൻ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന കിറ്റിയുടെ മനസ്സ് അഥവാ ആത്മാവ് ഓഗൻ്റെ കൺട്രോൾ തകർക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിറ്റിയുടെ ശരീരത്തിൽ നിന്നും ഓഗൻ അവിടുന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോൾ പഴയതുപോലെയായ കിറ്റി വോൾവറിനോട് ഓഗൻ ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ആരുടെയെങ്കിലും ശരീരത്തിൽ കയറുമെന്നും അവനെ പിടിക്കണമെന്നും മാത്രമല്ല തന്നെ ഓഗൻ കീഴടക്കി വെച്ചിരുന്ന സമയത്ത് താൻ ചില കാര്യങ്ങൾ അറിഞ്ഞുവെന്നും അതെന്താണെന്ന് വെച്ചാൽ നിന്നെ ജീവനോടെ പിടിക്കുവാൻ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയ ആളുടെ പേര് അബ്രാഹാം കൊർണേലിയസ് എന്നാണെന്നും നിനക്ക് അയാളെ അറിയാമോ എന്ന് വോൾവറിനോട് കിറ്റി ചോദിച്ചതും തനിക്ക് അയാളെ നന്നായി അറിയാമെന്ന് വോൾവറിൻ പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ വോൾവറിൻ ഓഗനെ അന്വേഷിച്ച് അവിടുന്ന് പോവുകയാണ്. ഇതേ സമയം ആ ഓഗൻ അവിടെ അടുത്തുള്ള ഒരാളുടെ ശരീരത്തിൽ കയറി അങ്ങോട്ടോ പോവുകയാണ്. അതെല്ലാം നമ്മുടെ വോൾവറിൻ കാണുന്നു. പുള്ളി ഓഗൻ്റെ പുറകെ ചെല്ലുകയാണ്. ഇപ്പോൾ ഓഗൻ ഒരു ഫാക്ടറിക്കുള്ളിൽ കയറിയത് കണ്ടതും അപ്പോൾ തന്നെ വോൾവറിനും ആ ഫാക്ടറിക്കുള്ളിൽ കയറുകയാണ്. ആ ഫാക്ടറിക്കുള്ളിൽ കയറിയ വോൾവറിൻ എന്തോ കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ സൂപ്പർ വില്ലനായ സൈബറിനെ ഒരു ആസിഡിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഓഗൻ. അത് കണ്ട് ഞെട്ടി നിൽക്കുന്ന വോൾവറിൻ തൻ്റെ അടുത്ത് ചെകുത്താൻ്റെ മാസ്കും ധരിച്ച് നിൽക്കുന്ന ഓഗനോട് ഈ സൈബർ ഇങ്ങനെ മരിക്കുവാൻ അർഹതയുള്ളവനാണെന്നും അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്നും നീ ആ കൊർണേലിയസിനെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നോട് ഇപ്പോൾ പറയണമെന്നും ഇല്ലെങ്കിൽ നിൻ്റെ ആ മാസ്ക് വരി താൻ ഈ ആസിഡിനകത്ത് ഇടുമെന്നും വോൾവറിൻ ഓഗനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഓഗൻ കൊർണേലിയസ് ഇപ്പോൾ പലതരം പ്രത്യേക സാധനങ്ങൾ ശേഖരിക്കുകയാണെന്നും അവന് വേണ്ടിയാണ് താൻ സൈബറിനെ ആസിഡിലിട്ട് സൈബറിൻ്റെ സ്കിൻ എടുക്കുവാൻ പോകുന്നതെന്നും ഇതുപോലെ കൊർണേലിയസ് ആവശ്യപ്പെടുന്ന സാധനങ്ങൾ കൊർണേലിയസിന് കൊടുക്കുകയാണെങ്കിൽ അവൻ വലിയ തുക തനിക്ക് തരുമെന്നും വോൾവറിനോട് ഓഗൻ പറയുകയാണ്.
അപ്പോൾ തന്നെ വോൾവറിൻ തനിക്കിപ്പോൾ എല്ലാം മനസ്സിലായെന്നും കൊർണേലിയസിന് ഇപ്പോൾ തൻ്റെ അഡമാൻറ്റിൻ സ്കെൽട്ടൺ വേണമെന്നും അതുകൊണ്ടാണ് തന്നെ പിടിക്കുവാനായി ഈ കോൺട്രാക്റ്റ് അവൻ ഉണ്ടാക്കിയതെന്ന് വോൾവറിൻ ഓഗനോട് പറഞ്ഞതും അങ്ങനെ അല്ല എന്നും കൊർണേലിയസിന് നിന്നെ ജീവനോടെ വേണമെന്നും അതെന്തിനാണെന്ന് തനിക്കറിയില്ല എന്നും ഓഗൻ വോൾവറിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ വോൾവറിൻ ആ കൊർണേലിയസ് ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് ഓഗനോട് ചോദിച്ചതും അവനിപ്പോൾ അമേരിക്കയിലുള്ള പാരഡൈസ് വാലിയിലെ അവൻ്റെ സങ്കേതത്തിലാണ് ഉള്ളതെന്ന് ഓഗൻ വോൾവറിനോട് പറയുന്നു. മാത്രമല്ല ഇപ്പോൾ മറ്റൊരു കാര്യം വോൾവറിനോട് ഓഗൻ പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ ഫൈറ്റൊക്കെ കാരണം തൻ്റെ ആത്മാവിന് ഇപ്പോൾ പഴയതുപോലെ പവറില്ല എന്നും അതുകൊണ്ട് നീ തന്നെ പിടിക്കുവാൻ ശ്രമിക്കരുതെന്നും നീ ഇവിടുന്ന് പോകണമെന്നും ഇല്ലെങ്കിൽ ഞാനിപ്പോഴുള്ള ഈ ശരീരവുമായി ഞാൻ ഈ ആസിഡിൽ ചാടുമെന്നും എൻ്റെ മാസ്ക് അത് കാരണം നഷ്ടപ്പെട്ടാലും തനിക്ക് കുഴപ്പമില്ല എന്നും തനിക്ക് വേറെ മാസ്ക് ഉണ്ടെന്നും നീ ഇപ്പോൾ എൻ്റെ സ്ഥലത്ത് നിന്ന് പോയില്ലെങ്കിൽ ഈ ആസിഡിൽപ്പെട്ട ഈ പാവം മനുഷ്യൻ മരിക്കുമെന്നും നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇവൻ്റെ ശരീരം ഉപേക്ഷിച്ച് വേറെ തന്നെ സ്വീകരിക്കുവാൻ താല്പര്യമുള്ള മറ്റൊരാളുടെ ശരീരത്തിൽ കയറിക്കൊള്ളാമെന്നും ഓഗൻ വോൾവറിനോട് പറഞ്ഞതും വോൾവറിൻ അയാളെ ഒന്നും ചെയ്യരുതെന്നും താൻ പോയിക്കൊള്ളാമെന്നും ഓഗനോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ വോൾവറിൻ പോകാൻ തുടങ്ങിയതും നിനക്ക് വേണമെങ്കിൽ ഹീലിങ്ങിന് സഹായിക്കുന്ന റീജൻ സെറം താൻ തരാമെന്ന് വോൾവറിനോട് ഓഗൻ പറഞ്ഞതും വോൾവറിൻ അത് വേണ്ട എന്ന് പറയുന്നു. മാത്രമല്ല കൊർണേലിയസിനെ അന്വേഷിച്ച് താൻ വരുന്നുണ്ടെന്ന് കൊർണേലിയസിനോട് പറഞ്ഞേക്കുവാൻ ഓഗനോട് പറഞ്ഞിട്ടാണ് വോൾവറിൻ അവിടുന്ന് പോകുന്നത്.